അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിൽ കിടക്കാം. ഇത് വന്നിട്ട് ശബരിമലയിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതൊരു കോൺട്രാക്ട് ബേസിസിലുള്ളതാണ്. 1 ഇയർ ആണ്. 1 ഇയർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് വെച്ച് വീണ്ടും അടുത്ത വർഷം വീണ്ടും നിങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ഇത് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ബൈ പോസ്റ്റാണ്. ഇത് ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവസാനം വരെ കാണുക. ഓക്കെ, മാക്സിമം ഞാൻ ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ ഇത് വന്നിട്ട് ശബരിമല പിൽഗ്രിമേജ് സീസൺ 2025-26 ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്, അതായത് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അപ്ലിക്കേഷൻ ഫോം എങ്ങനെ കിട്ടും, അതെല്ലാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കാണുന്ന സ്ക്രീന് അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട വിധം ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ, അതായത് ഇത് ശബരിമല അവർ ഇറക്കിയ നോട്ടിഫിക്കേഷനാണ്, കണ്ടോ. ഇത് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ഇതായി ഇവിടെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഫുള്ള് നോട്ടിഫിക്കേഷനായിട്ട് ഓൺ ചെയ്യും. ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കാം, എന്നിട്ട് ഇത് ഒന്നും കൂടി വലുതാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷനിൽ എന്താണ് പറയുന്നത്, പോസ്റ്റിൻ്റെ പേര് ടെക്നിക്കൽ എക്സ്പോർട്ട് EOC എന്ന് പറഞ്ഞാൽ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സ്. അപ്പോൾ ഇത് എന്താണ് പണി, നേച്ചർ ഓഫ് പോസ്റ്റ് ഓൺ കോൺട്രാക്ട് ബേസിസ് ലിമിറ്റഡ് ടു ശബരിമല പിൽഗ്രിമേജ് സീസൺ 2025-26 അതിലേക്കുള്ളതാണ്, 1 വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് 1 വർഷമുള്ളവർക്ക് വീണ്ടും അടുത്ത വർഷം അപേക്ഷിക്കുമ്പോൾ വീണ്ടും കിട്ടും. പിന്നെ അറിയാലോ, പിന്നെ പെർമനൻ്റ് ആക്കലും കാര്യങ്ങളൊക്കെ അതൊക്കെ ഡിപ്പെൻസ്. ഓക്കെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ITI, ഡിപ്ലോമ, ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, എനി ITI, എനി ഡിപ്ലോമ, എനി ഗ്രാജുവേഷൻ, എനി പോസ്റ്റ് ഗ്രാജുവേഷൻ. ലാംഗ്വേജ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. പിന്നെ ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ അറിയുന്നവർക്ക് നല്ല പ്രിഫറൻസ് കിട്ടും. നിങ്ങൾ ആപ്ലിക്കേഷനിൽ അത് എഴുതേണ്ട ഭാഗത്ത് നിങ്ങൾക്ക് മലയാളം, ഇംഗ്ലീഷും മസ്റ്റാണ്. അതല്ലാത്ത ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ അറിയുമെങ്കിൽ അത് വിസ്തരിച്ച് അതിൽ എഴുതുക. എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, എങ്ങനെയാണ് എക്സ്പീരിയൻസ്, നിങ്ങൾ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ട് കന്നഡ അറിയാം, ഹൈദരാബാദിലുണ്ടായിരുന്നു, ഇന്ന കാര്യം കൊണ്ടാണ് എനിക്ക് ഭാഷ അറിയാം എന്നുള്ളത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് ആണത്. കാരണം വെച്ചാൽ അവിടെ അറിയാലോ, എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ വരുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 to 40 ഇയേഴ്സ്. ഏജ് കണക്കാക്കേണ്ടത് 1/10/2025 വെച്ചിട്ടാണ് ഏജ് കണക്കാക്കുക. 1/10/2025 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. നമ്പർ ഓഫ് വേക്കൻസി 21 പക്ഷേ അത് കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇത് വന്നിട്ട് 1000 രൂപ പെർ ഡേ. പിന്നെ അത് അവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചേഞ്ച് ചെയ്യാവുന്ന താഴത്തേക്കായിരിക്കില്ല, മേലേക്കായിരിക്കും. എക്സ്പീരിയൻസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സോഷ്യൽ വർക്ക്, രജിസ്റ്റേർഡ് വോളണ്ടിയർ അതൊക്കെ പ്രിഫറൻസാണ്. ഫ്രഷേഴ്സ് ക്യാൻ ആൾസോ അപ്ലൈ എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണാണ്ടല്ലോ. ഫ്രഷേഴ്സ് ക്യാൻ ആൾസോ അപ്ലൈ. പിന്നെ എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കുക, ഒരു റിട്ടൺ ടെസ്റ്റ്, പിന്നെ ഒരു ഇൻ്റർവ്യൂ. ഇത് എന്നാണ് ലാസ്റ്റ് ഡേറ്റ് 20/9/2025 5 മണിൻ്റെ ഉള്ളിൽ. അത് ബൈ പോസ്റ്റാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ബൈ പോസ്റ്റ്. ഇതിൻ്റെ ഞാൻ പറയും ആ അഡ്രസ്സിലാണ് അത് അയക്കേണ്ടത്. ഓക്കെ, വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് അതർ സ്റ്റിപ്പുലേഷൻസ്. ഓക്കെ, കണ്ടീഷൻ, നെയിം ഓഫ് അപ്പോയിൻമെൻറ്റ് ഈസ് പ്യൂർലി ഓൺ എ ടെമ്പററി കോൺട്രാക്ട് ബേസിസ്. ഇതെല്ലാം നിങ്ങളും വായിച്ചു നോക്കുക. ഓക്കെ, ഡ്യൂട്ടി, അസൈൻമെൻറ്റ്. അപ്പോൾ എന്താണ് ഡ്യൂട്ടി? Upon selection as technical expert staff for the EOCs at Nilakal, Pamba, Sannidhanam and District EOC Pathanamthitta, duty may be assigned at any of these locations. ഈ ലൊക്കേഷനിൽ എവിടെയും പറയുന്നത് നോ ക്ലെയിം വിൽ ബി എൻ്റർടൈൻ ഫോർ പ്രിഫേർഡ് പോസ്റ്റിംഗ്. അങ്ങനെ പറഞ്ഞ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ദ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി റിസർവ്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ടെക്നിക്കൽ എക്സ്പേർട്സ് എമംഗ് എനി ഓഫ് ദീസ് EOCs ആൻഡ് DEOCs ഡ്യൂറിങ് ദ ടെന്യൂർ. ഓക്കെ, ഇതൊരു വളണ്ടിയർ ടൈപ്പ് ജോബാണ്. ദിവസം 1000 രൂപ ശമ്പളത്തിൽ. ഓക്കെ, ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അന്വേഷിച്ച് മനസ്സിലായത്. അത് ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം. പിന്നെ സിലബസ് ഫോർ റിട്ടേൺ എക്സാമിനേഷൻ, അത് നിങ്ങൾ വായിച്ച് നോക്കുക. ദ റിട്ടേൺ എക്സാമിനേഷൻ വിൽ അസസ് കാൻഡിഡേറ്റ്സ് ഓൺ 4 areas essential ഫോർ ഫംഗ്ഷനിങ് അറ്റ് ശബരിമല എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സ്. കീ ടോപ്പിക്സ് ഇൻക്ലൂഡ് ജനറൽ നോളജ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അതൊന്നും കണ്ടു പഠിക്കാനൊന്നുമില്ല. ഓക്കെ, അതൊക്കെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാൻഡിഡേറ്റ് അപ്ലൈയിങ് ഫോർ ദി പോസ്റ്റ് മസ്റ്റ് നോട്ട് ബി, വേറെ എവിടെയെങ്കിലും ജോലിയുള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യരുത്. മോഡ് ഓഫ് എക്സാം
കമ്മ്യൂണിക്കേഷൻ ഓഫ് ആൾ കമ്മ്യൂണിക്കേഷൻ റിഗാർഡിംഗ് എക്സാമിനേഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് വിൽ ബി ക്യാരിഡ് ഔട്ട് വയ ഇമെയിൽ. അപ്പോൾ ഇമെയിൽ ഒരു വർക്കിംഗ് ഇമെയിൽ കൊടുക്കുക. മീഡിയം ഓഫ് എക്സാമിനേഷൻ, അതായത് പരീക്ഷ നടത്തുന്നത് ഇംഗ്ലീഷിലായിരിക്കും. അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ്, അത് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൂവ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നിങ്ങൾ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി വെക്കണം എന്നാണ് പറയുന്നത്. പിന്നെ സർട്ടിഫിക്കറ്റ്സ് ടു പ്രൂവ് ഏജ്, ഇപ്പോൾ SSLC ബുക്ക്, ആധാർ കാർഡ്, ഇതെല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. പിന്നെ ഒരു പ്രത്യേകം നോട്ട് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് ചുമ്മാ അതിൻ്റെ അടിയിൽ സൈൻ ചെയ്ത് ആ പേപ്പറിൻ്റെ അടിയിൽ A4 ഷീറ്റിൻ്റെ അടിയിൽ സൈൻ ചെയ്ത് കൊടുക്കരുത്. ദിസ് സെൽഫ് അറ്റസ്റ്റേഷൻ provided for the purpose of Sabarimala posting only, not to be used anywhere else. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് വേറെ പല ആൾക്കാരെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അത് വേറെ സിം എടുക്കാനും അതിനൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് പ്രത്യേകം എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം ഞാൻ ഒന്നുകൂടി പറയുന്നു, സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് കൊടുക്കുമ്പോൾ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ സൈൻ ചെയ്ത് കൊടുക്കരുത്. അതിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൃത്യമായി എഴുതുക. ഈ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കൊടുത്തിരിക്കുന്നത് ശബരിമലയിലെ ജോലി പ്രവേശനത്തിന് മാത്രമാണ്, വേറെ ഒന്നിനും ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതൊന്നും രക്ഷപ്പെടാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഒന്ന് ഓർമ്മിച്ചു വന്നു, അങ്ങനെ മിസ്യൂസ് ചെയ്ത കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റഡ് അപ്ലിക്കേഷൻ ഷുഡ് ബി അഡ്രസ് ടു ഈ അഡ്രസ്സിലേക്ക് ചെയർപേഴ്സൺ ഡിസ്ട്രിക്ട് മാനേജ്മെൻറ്റ് അതോറിറ്റി ആൻഡ് ഇതിലേക്ക് ബൈ പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കണം. ദ എൻവലപ്പ് മസ്റ്റ് ക്ലിയർലി മെൻഷൻ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് EOC ടെക്നിക്കൽ എക്സ്പെർട്ട്. അത് അതേപോലെ എഴുതുക, ഇത് അതിൽ വലിയ അക്ഷരത്തിൽ എഴുതി ഇടുക. ഓക്കെ, അപ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അത് സെഗ്രിഗേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് അപ്ലിക്കേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ഓൺലി ബൈ പോസ്റ്റ്. ഓക്കെ, പോസ്റ്റിൽ മാത്രം. പിന്നെ ഇത് ഇപ്പോൾ കേരളത്തിൽ തന്നെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒക്കെ ഇപ്പോൾ സ്പീഡ് പോസ്റ്റൊക്കെ വളരെ ചിലവ് കമ്മിയല്ല, ഒരു 30 രൂപയ്ക്ക് സാധനം അവിടെ എത്തും. അപ്ലിക്കേഷൻ റിസീവ്ഡ് വൈ ഇമെയിൽ വിൽ ബി സമ്മറിലി റിജക്റ്റഡ്. അതായത് ഇമെയിലിൽ അയക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ നോക്കും കൂടി ഇല്ല എന്നർത്ഥം. ആൻ അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഷാൾ ബി എൻക്ലോസ് വിത്ത് അപ്ലിക്കേഷൻ. ഓക്കെ, വിത്ത് അപ്ലിക്കൻസ് നെയിം ആൻഡ് മൊബൈൽ നമ്പർ ക്ലിയർലി ലിറ്റ് ഓൺ ദ റിവേഴ്സ് സൈഡ് ഓഫ് ദ ഫോട്ടോൻ്റെ ബാക്കിൽ ഒരു ഫോട്ടോ ആപ്ലിക്കേഷനിൽ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ എവിടെയെന്ന് നിങ്ങൾ പരിഭ്രമിക്കേണ്ട, ഇതിനടിയിലേക്ക് ഇനി പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഒന്ന് ഒട്ടിക്കണം, പിന്നെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടും വെക്കണം. അതിൻ്റെ ബാക്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. ഓക്കെ, പിന്നെ അടുത്തത് ഓൺലി എലിജിബിൾ കാൻഡിഡേറ്റ് വിൽ ബി ഇൻഫോംഡ് ബൈ ഇമെയിൽ. അതായത് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ആരാണോ എലിജിബിൾ അവർക്ക് മാത്രമേ ഇൻഫർമേഷൻ ഉള്ളൂ. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് ബേസ്ഡ് ഓൺ ദിയർ പെർഫോമൻസ് ഇൻ റിട്ടൺ ടെസ്റ്റ് വിൽ ബി കാൾഡ് ഫോർ ഇൻ്റർവ്യൂ. അതായത് ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ റിട്ടൺ എക്സാമിന് വിളിക്കും. റിട്ടൺ എക്സാമിൽ പാസ്സായി ഷോർട്ട് ലിസ്റ്റ് ആയ ആൾക്കാരെ ഇതിന് വിളിക്കും. റിട്ടൺ വിൽ ബി കാൾഡ് ഫോർ ഇൻ്റർവ്യൂ. ഓക്കെ, ബൈ സബ്മിറ്റിംഗ് ദ അപ്ലിക്കേഷൻ കാൻഡിഡേറ്റ് അഗ്രി ടു ഓൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഓക്കെ, അതെല്ലാം അതിലുള്ളതാണ്. ഓക്കെ, അതാണ് അത്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഇതാണ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പറയുമ്പോൾ കോംപ്ലിക്കേഷനൊന്നുമില്ല. ഇത് എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കുക. പിന്നെ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് അതിൻ്റെ ബാക്കിൽ മൊബൈൽ നമ്പർ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. പിന്നെ ഫീൽഡ് റെസ്പോൺസ് ഇതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇത് പറഞ്ഞ പോലെ ഇതാ ഈ ഫോർമാറ്റിൽ അടിക്കുക. ഡേറ്റ്, ഏജ്, സോൺ അത് അടിക്കുക. ജെൻഡർ, മെയിലാണോ ഫീമെയിലാണെന്ന് അടിക്കുക. അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ അതെല്ലാം കറക്റ്റായി അയക്കുക. കാരണം ടൈപ്പ് ചെയ്യേണ്ട, കൈകൊണ്ട് എഴുതിയാൽ മതി. ഓക്കെ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID നല്ല ഇതിലെഴുതുക, അപ്പോഴാണ് ഇമെയിൽ ചെക്ക് ചെയ്യുക. പിന്നെ ആധാർ നമ്പർ, ലാംഗ്വേജസ് നോൺ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളം ഇംഗ്ലീഷും മസ്റ്റാണ് ടിക്ക് ചെയ്തിരിക്കണം 100%. പിന്നെ ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ ഇതിലേതെങ്കിലും അറിയെങ്കിൽ അത് ടിക്ക് ചെയ്യുക. ഓക്കെ, അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ വെറുതെ ടിക്ക് ചെയ്യരുത്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓരോന്നും എല്ലാം എഴുതുക ഇതിൽ. ഓക്കെ, SSLC, +2, ഡിപ്ലോമ അല്ലെങ്കിൽ ITI ആണ്, ITI എവിടെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് എഴുതുക. ഓക്കെ, ഇത് നല്ലൊരു ചാൻസാണ്. 1 ഇയർ ആണെന്ന് വിചാരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ എക്സ്പീരിയൻസുള്ള ആൾക്കാരെ വീണ്ടും വിളിക്കും. ഓക്കെ, അവിടെ ഒരുപാട് വേക്കൻസി വരും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ 21 പോസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിസർവിലും കുറച്ച് ആൾക്കാരെ വയ്ക്കും. കാരണം ഈ എടുത്ത ആൾക്കാരെ ആരെങ്കിലും വരാതിരിക്കുകയോ സിക്കാവോ കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ അധികം ആൾക്കാരെ അവിടെ റിസർവിലും വയ്ക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതർ ഡീറ്റെയിൽസ്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് എൻക്ലോസ്ഡ്. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് എഡ്യൂക്കേഷൻ അടിക്കണം. നോ അടിച്ച് കഴിഞ്ഞാൽ റിജക്റ്റ് ആവും. സെൽഫ് അറ്റസ്റ്റഡ് പ്രൂഫ് ഓഫ് ഏജ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ പേപ്പറിൻ്റെ അടിയിൽ വെറുതെ സൈൻ ചെയ്തിട്ട് കാര്യമില്ല. സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതിയിട്ട് ദിസ്
self-attest copy is submitted only for the purpose of ശബരിമല ജോബ് വേക്കൻസി എന്ന് ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ് ഞാൻ പറഞ്ഞത്, അത് മലയാളത്തിലോ എഴുതുക, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒപ്പിടുക. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് കാരണം അതിൻ്റെ അതോറിറ്റി ഒന്നും മിസ്യൂസ് ചെയ്യില്ല, വേറെ ആരെങ്കിലും മിസ്യൂസ് ചെയ്ത് വെച്ചിട്ടാണ്. ഓക്കെ, ഇതാണ്. പിന്നെ പ്ലീസ് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ യുണീക്ക് ക്വാളിറ്റി, സ്കിൽ ഓർ എക്സ്പീരിയൻസ് ദാറ്റ് മേക്സ് യു പർട്ടിക്കുലർലി സ്യൂട്ടബിൾ ഫോർ ദ ടെക്നിക്കൽ എക്സ്പേർട്ട് സ്റ്റാഫ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇത് ചുരുക്കത്തിൽ നന്നായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ആദ്യം ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് അതിനെ ഷോർട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ഈ ഇതിലേക്ക് നന്നായിട്ട് എഴുതുക. എന്തെങ്കിലും എഴുതിയിരിക്കണം. ലൈക്ക് നമ്മളിപ്പോൾ കൊറോണ സമയത്ത് ആൾക്കാർ പല മറ്റേ വളണ്ടിയർ ആക്ടിവിറ്റിയിൽ ചേർന്ന ആൾക്കാരുണ്ട്, ചില വളണ്ടിയർ ഓർഗനൈസേഷനിൽ മെമ്പർഷിപ്പ് ഉള്ളവരുണ്ട്, NSSൽ വർക്ക് ചെയ്ത ആൾക്കാരുണ്ടാവും, നാഷണൽ സർവീസ് സ്കീമിൽ, അതേപോലെ തന്നെ NCC, പിന്നെ ഈവൻ പല രാഷ്ട്രീയ പാർട്ടികളുടെ സന്നദ്ധ സേവ ഇതിൽ പങ്കെടുത്ത് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്ത കുറേ ആൾക്കാരുണ്ട്. അത് ജസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ഇത് പേര് വയ്ക്കാതെ ഓർഗനൈസേഷനിൽ നിന്ന് മാത്രം വെച്ചാൽ മതി. ഓക്കെ, അതെല്ലാം ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പിന്നെ ഡിക്ലറേഷൻ. ഈ ഡിക്ലറേഷൻ ഒന്നുമില്ല, പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ. ഓക്കെ, പിന്നെ ഇൻസ്ട്രക്ഷൻ നോക്കുക, എൻഷ്യൂർ ആൾ ഫീൽഡ്സ് ആർ കംപ്ലീറ്റഡ് ആൻഡ് ഫോം ഈസ് സൈൻഡ്. ഒന്നും കൂടി ചെക്ക് ചെയ്യുക. Submit the application in a sealed envelope, subscribed. Application for the post of EOC technical expert എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ അടിക്കുക. ടു ദ അഡ്രസ് പ്രൊവൈഡഡ് ഇൻ ദ നോട്ടിഫിക്കേഷൻ. നേരത്തെ അത് പറഞ്ഞു അഡ്രസ്സ് എവിടേക്ക് അയക്കേണ്ടതെന്നുള്ളത്. അത് 20/9/2025 5 മണിയുടെ മുന്നേ അവിടെ എത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് വിട്ട് കളയേണ്ട, എല്ലാവരും അപ്ലൈ ചെയ്യുക, എലിജിബിളായ എല്ലാവരും. ഓക്കെ, താങ്ക് യു. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും എല്ലാവർക്കും ഷെയർ ചെയ്യുക, അപ്പോൾ ബാക്കിയുള്ളവർക്കും ഉപയോഗപ്പെടും. പിന്നെ മാത്രമല്ല, ഇത് വായിക്കുന്ന ആൾക്കാർ ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞു, അയ്യോ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കാം, സുഹൃത്തുക്കളുടെ ഇടയിൽ ഉണ്ടായിരിക്കാം, ഫാമിലി ഗ്രൂപ്പിലുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.